അത് സാരില്ല. എനിക്ക് ഹംസന്റെ പാർപ്പൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. കേശവനൊന്നും ഷോപ്പ് തുറക്കുന്നില്ലേ? ഞാൻ ഇറങ്ങാം. മുരിക്കുംകുന്നത്ത് വീടിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരിക്കൽ അവിടെ പോയപ്പോഴോ ഞാൻ കണ്ടിട്ടില്ലാത്ത ആ സ്ത്രീ എന്തിന് KP തേടി വന്നു എന്നറിഞ്ഞേ മതിയാവൂ എന്ന് എനിക്ക് തോന്നി. ഞാൻ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് ചെന്നു. മൂപ്പർക്ക് നേരിട്ട് വരാൻ ഒരു മടി, അതാ എന്നെ പറഞ്ഞയച്ചത്. തിരുവനന്തപുരത്തേക്ക് ആ കടലാസ് പോവരുത്. മൂപ്പര് മേനോൻ ഡോക്ടറെ പോയി കണ്ടീനു. അയാൾ ഈ ജന്മം ചെയ്താ കേക്കൂല. ഹംസ സഹായിക്കണം. ഞാൻ നോക്കിക്കോളാം. തിരുവനന്തപുരത്തേക്ക് എത്തരുതെന്ന് പറഞ്ഞ കടലാസ് മറ്റൊന്നുമല്ല, ഡോക്ടർ മേനോന്റെ ഓട്ടോപ്സി റിപ്പോർട്ട്. പിന്നല്ലാതെ ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട് കേശവേട്ട. ഹംസയ്ക്ക് ഇതിൽ നിന്ന് കിട്ടിയ പ്രതിഫലം എന്തായിരുന്നു അത്? ആ സ്കൂൾ കെട്ടിടം കണ്ടോ? എളമ്പലാശ്ശേരി കുട്ടിശങ്കരമേനോന്റെ ഉടമസ്ഥതയിൽ പണ്ടതൊരു പ്രൈമറി സ്കൂളായിരുന്നു. ഹൈസ്കൂളായത് മാറിയത് മാണിക്യത്തിന്റെ ശവശരീരത്തിന് പുറത്തായിരുന്നു. അവളുടെ ശവത്തിന് മേലെയാണ് ആ കെട്ടിടം കെട്ടിപ്പൊക്കിയത്. എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ല. പറയാം. ഹാജിയുടെ തോപ്പിൽ ബംഗ്ലാവിൽ വെച്ച് ചിലർ തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാണ് ഞാൻ അവിടെ എത്തിയത്. തുറന്നു കിടന്ന ഒരു ജാലകത്തിലൂടെ ഒരു വിലപേശലിനും കച്ചവട ഉറപ്പിക്കലിനും ഞാൻ സാക്ഷിയായി. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം, ഹാജിയിൽ നിന്ന് കിട്ടിയ പ്രതിഫലം അത് KP ഹംസയുടെ പോക്കറ്റിലേക്കല്ല പോയത് എന്ന് മാത്രം. ഹാജിക്കൊരു അബദ്ധം പറ്റി. പാടില്ലാത്തതും ശിക്ഷാർഹവുമായ തെറ്റ് തന്നെയാണ് ചെയ്തത്. പക്ഷേ പാർട്ടിയുടെ രഹസ്യ പിന്തുണ ഈ സന്ദർഭത്തിൽ ഹാജിക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഹാജി തൂങ്ങും. എല്ലാ തെളിവുകളും ഹാജിക്കെതിരാണ്, എല്ലാ സാക്ഷികളും, എല്ലാ മൊഴികളും. ഹംസേ, എനിക്കറിയുന്നതും നിങ്ങൾ അറിഞ്ഞതും ഇവിടെ ഇപ്പൊ ഇനി വീണ്ടും കുടഞ്ഞു വിരിക്കേണ്ട. കാര്യത്തിലേക്ക് വന്നോ. എന്താ വേണ്ടേ? ചത്തവര് ചത്തു. ജീവിച്ചിരിക്കുന്നവരെ കൊണ്ട് ഈ നാടിന് എന്ത് പ്രയോജനം? അതാണ് അറിയേണ്ടത്. വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ പരിഷ്കാരങ്ങൾ വരാൻ പോകുന്നു. അത് പാലേരിയിലും സംഭവിക്കണം. കുട്ടിശങ്കര മേനോന്റെ ഉടമസ്ഥയിലുള്ള തണ്ടാരപ്പുര പ്രൈമറി സ്കൂൾ ഹൈസ്കൂളായി ഉയർത്തണം. ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ കൂടുതൽ സ്ഥലം ആവശ്യമുണ്ട്. ഇപ്പോഴുള്ള സ്കൂളിന് ചുറ്റുമുള്ള ഹാജിയുടെ സ്ഥലത്ത് നിന്നും ഒരു 10 ഏക്കർ ഹാജി വിട്ടുകൊടുക്കണം. അതുകൊണ്ട് എനിക്കെന്താണ് ഹംസേ കാര്യം? ഹാജി, നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന വാളാണ് മാണിക്യം കേസ്. അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ? പറഞ്ഞോ. തല എന്റെ കാലിന്റെ ഇടക്ക് കുടുങ്ങിപ്പോയില്ലേ? പറ. മേനോന്റെ സ്കൂൾ ഹൈസ്കൂളാക്കിയ പിന്നെ അത് മേനോൻ സ്കൂളല്ല, പാർട്ടിയുടെ നിയന്ത്രണത്തിലാവും അതിന്റെ മാനേജ്മെന്റ്. അല്ല, അതെങ്ങനെയാ? അതങ്ങനെ തന്നെ. അതാണ് തീരുമാനം. അംഗീകരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്താ ഹാജി, ഉറപ്പിക്കല്ലേ? 10 ഏക്കറിൽ കുഴിച്ചിടാനുള്ള വലിപ്പമൊന്നും ചത്തേനില്ലാന്ന് നന്നായിട്ടറിയാം. എന്നാലും കുഴിച്ചിടംസേ, കുഴിച്ചിട്. കബൂൽ. വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടി ആയിരുന്നില്ല ഹംസ നിന്നത്. ഒരിക്കലുമല്ല. പാർട്ടി വളർത്താൻ സഹായിക്കുന്ന ധനികന്മാരെ സംരക്ഷിക്കുക, അവർ എന്ത് പാതകം ചെയ്താലും അവർക്കൊപ്പം നിൽക്കുക. അതിന് താത്വികമായ പിൻബലവുമുണ്ട്. ശത്രുവിന്റെ ധനം ഉപയോഗിച്ച് തന്നെ അവനെതിരെ വളരുക. കേശവേട്ടൻ മാണിക്യത്തെ നേരിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, ജീവനോടെ കണ്ടിട്ടില്ല. ആ പാവം ചത്തു. അതിന് കാരണക്കാരായ ആർക്കും നല്ല മരണം കിട്ടിയിട്ടില്ല. ഓരോരുത്തരും അനുഭവിച്ചു തന്നെയാണ് ചത്തത്. ഹാജി പെരുവിരൽ മുതൽ അരവരെ പുഴുത്തു കിടന്നു കുറെ കാലം. പലരുടെയും നെഞ്ചുവരെ ഉയർന്ന കാലുകളിൽ പുഴുക്കൾ നീന്തുകയായിരുന്നു. ഇവിടെ ചെയ്തു കൂട്ടിയതിനെല്ലാറ്റിനുള്ള ശിക്ഷ ഇവിടെ തന്നെ കിട്ടുമെന്ന് പറയുന്നതാണ് ശരി. ഇതൊരു കമ്മ്യൂണിസ്റ്റുകാരന്റെ വാക്കുകളല്ല, ഒരു വിശ്വാസിയുടേതാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റുമല്ല, വിശ്വാസിയുമല്ല, വെറുമൊരു ക്ഷുരകനാണ് ഞാൻ. ഇന്ന് അയാൾക്ക് ഡ്രിങ്ക് ഓഫർ ചെയ്യല്ലേ? നമസ്കാരം. അനിയനും അനിയത്തിയും ക്ഷമിക്കണം. അന്ന് എന്റെ പൂർവാശ്രമത്തിലേക്ക് തിരിച്ചുപോയി സ്വയം നാറി നിങ്ങളെ നാറ്റിച്ചു. ഇന്നതുണ്ടാവില്ല. ഇന്നലെ ഫോണിൽ വിളിച്ചപ്പോൾ സൂചിപ്പിച്ചിരുന്നാണെങ്കിലും ഒന്നുകൂടെ പറയാസ്കെ. പാലേരി മാണിക്യം കൊലപാതകം, അതാണ് ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന നോവലിന്റെ ഇതിവൃത്തം. അനിയ, ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞാൽ അത് കാട് കയറലാവും.
ഞാൻ തരാൻ പോകുന്ന കടലാസുകൾ അനിയനോട് സംസാരിക്കും. പാലേരി മാണിക്യം കൊലപാതക കേസ് അന്വേഷണം പൂർത്തിയാക്കിയ ഇൻസ്പെക്ടർ ലക്ഷ്മണൻ കാർത്തികേയൻ ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പാണിത്. ഇതല്ല കോടതിയിൽ ഹാജരാക്കപ്പെട്ടത് എന്നുകൂടി ഓർക്കണം. 57 ഹോം ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന നാരായണൻ കർത്ത എന്ന എന്റെ സുഹൃത്താണ് എനിക്കിത് തന്നത്. ജീവിച്ചിരുന്നതിന്റെ തെളിവിനായി സൂക്ഷിക്കേണ്ടിയിരുന്ന ഒന്നും തന്നെ എന്റെ കൈവശമില്ല. പക്ഷെ ഈ കടലാസ് കെട്ട് കൈമോശം വന്നതുമില്ല, ചിതലരിച്ചതുമില്ല. അനിയനൊന്ന് പഠിക്കിത്. കിട്ടും ചില സത്യങ്ങൾ, തുറക്കും ചില വാതിലുകൾ. ചന്തമൻ പൂശാരിയുടെ പെട്ടെന്നുള്ള തിരോധാനം, ആ പഴനിക്ക് പോവൽ, എന്തായിരുന്നു ആ ലിങ്ക്? വാട്ട്സ് ഹിസ് റോൾ? കുനിയിൽ ചന്തമനും മീത്തലച്ചാലിലെ ചീരുവും തമ്മിലുള്ള പ്ലാറ്റോണിക് ലവ്. വല്ലാത്തൊരു ആത്മബന്ധം അവർക്കിടയിലുണ്ടായിരുന്നു. ഒരു ഗോഡ്മാനും പ്രോസ്റ്റിറ്റ്യൂട്ടും. ആത്മബന്ധം ഉണ്ടാവേണ്ടുന്ന രണ്ടുപേരാണ് അവർ. ചീരുവിന്റെ ശരീരത്തോട് പാലേരിയിലെ വിടന്മാർക്ക് താല്പര്യം നശിച്ചതിന് ശേഷമുള്ള കാലത്താണ് ചന്തമൻ മീത്തലച്ചാലിലെത്തുന്നത്. ചന്തമനെന്ന് ശരിക്കും പഴനിയിലേക്കാണോ പോയത്? കാർത്തികേയൻ എവിടുന്ന് കിട്ടിയ അയാളെ? മണ്ണിന്റെ ആഴത്തിൽ വേരുകൾ പിടഞ്ഞു കിടക്കുന്ന ഒരു മരം പോലെയാണ് ഈ കഥ. ഒന്നും മറ്റൊന്നും തമ്മിൽ വേർതിരിക്കാനാവാത്ത വിധം കെട്ടുകൾ കൊണ്ട് മുറുകിയത്. താമരനാശാരി പാലേരി വല്ലപ്പോഴും വന്നു പോകുമായിരുന്നു. കിണർ കുഴിക്കാനുള്ള സ്ഥാനം കാണാനും വീട് നിർമ്മാണത്തിനുള്ള തച്ചുശാസ്ത്രപരമായ ഉപദേശങ്ങൾ നൽകാനുമായിരുന്നു അത്.